നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനിൽ പല 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 സൈക്കോളജി, പല പല സോഷ്യൽ ഇൻഫ്ലുവൻസിങ് പെർസുവേഷൻ ടാക്ടിക്സ് ഇംപ്ലിമെൻറ്റഡ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേൾക്കാതെ പോകും. സാധാരണ ഒരു വീഡിയോ കേൾക്കുന്ന പോലെ കേൾക്കാതെ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനിലുള്ള ഡീപ്പ് ലെവലിലുള്ള ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് എക്സാക്ട്ലി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു കാണിച്ചു തരാം. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം ആദ്യം. വെൽക്കം ബാക്ക്. എൻ്റെ പേര് റൂബൽ ചാണ്ടി എന്നാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ 1 കോടി മുതൽ 1000 കോടി വരെയുള്ള ബിസിനസ്സുകാരെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഞാനൊരു ബിസിനസ്സുകാരൻ മൈസെൽഫാണ്. അപ്പം എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള, എൻ്റെ ക്ലയൻസിൽ ഇംപ്ലിമെൻറ്റിൽ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഞാൻ മലയാളി കമ്മ്യൂണിറ്റിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുവഴി നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഞാൻ ബൈ എൻഡ് ഓഫ് ദിസ് വീഡിയോ നിങ്ങളെ സംബന്ധിച്ചോളം അമേരിക്കൻ സ്ട്രാറ്റജി, എങ്ങനെ അമേരിക്കയിലെ ആൾക്കാർ, അമേരിക്കയിലുള്ള എൻ്റെ ക്ലയൻറ്റുകളും ഇന്ത്യയിലുള്ള എൻ്റെ ക്ലയൻറ്റുകളും എങ്ങനെ ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി, ഒരു സെറ്റ് ഓഫ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് അവരുടെ സെയിൽസ് എങ്ങനെ കൂട്ടുന്നു, അവരുടെ പ്രൈസ് കോമ്പറ്റീഷൻ, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പ്രൈസ് കോമ്പറ്റീഷനുമായിട്ട് വേറെ കോമ്പറ്റീറ്റേഴ്സ് വരുവാണെങ്കിൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഏറ്റുമാനൂര്, കോട്ടയം അടുത്ത് ഏറ്റുമാനൂർ എന്ന സ്ഥലമുണ്ട്. ഇപ്പം ഏറ്റുമാനൂർ ചന്തയിൽ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ മീൻ മേടിക്കാൻ ആദ്യമായിട്ട് ചെല്ലുവാണ് ഏറ്റുമാനൂർ. നിങ്ങൾ ഏറ്റുമാനൂർ അടുത്താണ് താമസിക്കുന്നത്. നിങ്ങൾ അവിടെ പോയി ആദ്യമായിട്ടാണ് പക്ഷെ പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു മീൻകാരൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മീൻകാരൻ പറയുവാണ് 450 രൂപയുടെ നെയ്മീനുണ്ട്, പിന്നെ എത്ര 250-300 രൂപയുടെ ഈ പറഞ്ഞ പോലെ വേറെ എന്താണ് ചൂരയുണ്ട്. അപ്പം ഈ ചൂരയ്ക്ക് 300 രൂപ, മറ്റത് നെയ്മീൻ 450. എനിക്ക് നാട്ടിലുള്ള മീനിൻ്റെ വിലകൾ അറിയില്ല, ഞാൻ എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയണം. അപ്പോൾ ഈ നെയ്മീൻ നിങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോഴത്തേന് നമ്മുടെ ആള് പറയുവാണ്, അത് സാറേ അത് അത്ര ഫ്രഷ് അല്ല, ശരിക്കും ഇന്നലെ വൈകുന്നേരം വന്നതാണ്, പക്ഷെ സാറിന് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത് ബേസിക്കലി ചൂരയാണ്. ചൂര ഇപ്പോൾ വന്നേ ഉള്ളൂ. ചൂര എന്ന് പറഞ്ഞ ടൂണയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതെടുത്താൽ മതി, 300 രൂപയുടെ സാറ് എടുത്താൽ മതി. അതാണെങ്കിൽ ശരിക്കും മറ്റത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ വില കൂടുതൽ, പൈസ കൂടുതൽ കിട്ടും. പക്ഷെ ഇതാണെങ്കിൽ സാറിനെ സംബന്ധിച്ചാലും കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു ആ മീൻ മേടിച്ച് പോയി. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി എന്ത് സംഭവിക്കും? നിങ്ങൾ അടുത്ത പ്രാവശ്യം തൊട്ട് ആളുടെ അടുത്ത് ചെന്ന് മാത്രമേ മേടിക്കുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചാലും അയ്യോ, അത് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതായത് അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ബിസിനസ്സിൽ എല്ലാ ആൾക്കാരും തട്ടിച്ച ആൾക്കാരെ പൈസ ഉണ്ടാക്കി പറ്റിക്കുക എന്നാണ് എല്ലാ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റുകളും, ഒരുപാട് ബിസിനസ് സ്ട്രാറ്റജിസ്റ്റുകളും കോച്ചുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പറ്റിക്കണം, ഇങ്ങനെ പറ്റിക്കണം, നാരങ്ങ ഞെക്കുന്ന പോലെ ഞെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ, ഒരു കാരണവശാലും ലോങ് ടേമിൽ നിങ്ങളുടെ ബിസിനസ് വളരെയല്ല. നിങ്ങൾ ലോങ് ടേമിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ റെക്കമെൻഡ് എഗെയിൻസ്റ്റ് ചെയ്യണം. എന്താണ് റെക്കമെൻഡ് എഗെയിൻസ്റ്റ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റെക്കമെൻഡ് എഗെയിൻസ്റ്റ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റെക്കമെൻഡ് എഗെയിൻസ്റ്റ് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളെ സംബന്ധിച്ചോളം ഇത് എങ്ങനെ പ്രൈസിനെ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് പ്രൈസ് കോമ്പറ്റീഷൻ ഒഴിവാക്കാനായിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയുകയും ചെയ്യാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മളുടെ മീൻകാരൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ചിലപ്പോൾ ടാക്ടിക്കലി പുള്ളി ചെയ്തതായിരിക്കും. ക്ലിയർ ആണോ? ഇത് ടാക്ടിക്കലി ചെയ്യാം, ഇന്നസെന്റ് ആയിട്ട് ചെയ്യാം. ഞാൻ ടാക്ടിക്കലി ചെയ്യുന്ന ഒരാളല്ല, ടാക്ടിക്കലി ചെയ്യുന്ന ഒരു മാനിപ്പുലേഷനെ പഠിപ്പിക്കുന്ന ഒരാളും അല്ല. പക്ഷെ നിങ്ങൾക്കിത് ഓതന്റിക്കലി ചെയ്യാം. അതായത് നിങ്ങളുടെ കസ്റ്റമറിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് നോക്കിയിട്ട്, നിങ്ങൾക്ക് എത്രയോ സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ഒരു സെയിൽസ് പേഴ്സൺ നിങ്ങളോട് പറയുവാണ്, സാർ ആ പ്രീമിയം പാക്കേജ് സാർ എടുക്കണ്ട, അത് ആവശ്യമില്ല സാറിന്, അതില്ലാതെ തന്നെ സാറിനെ സംബന്ധിച്ചുള്ള സാറിന് കാര്യങ്ങൾ നടന്നു പോകും. ഒരു കാറിൻ്റെ ആണെങ്കിൽ അല്ലെ മറ്റൊരു സ്ഥലത്താണ്. അപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള എനിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ $2000 അല്ലെ 2000 രൂപ അല്ലെ 2 ലക്ഷം രൂപ അല്ലെ 10 ലക്ഷം രൂപ അല്ലെ 2 കോടി രൂപ കുറച്ച് തരാനായിട്ട് ആൾ സിൻസിയറായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഓതന്റിസിറ്റിയാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് മിസ്സായേക്കുന്ന ലോകത്തില്. അപ്പം അതായത് ലോകത്തിലെ മിക്കവാറും സെയിൽസ് പഠിപ്പിക്കുന്ന ആൾക്കാര് സെയിൽസിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. സെയിൽസ് പഠിക്കുവാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അല്ലെ ആരുടെ കയ്യിൽ നിന്ന് പഠിച്ചതാണ്. അപ്പം ബേസിക്കലി ഡെയിൽ കാർണഗി എന്ന് പറഞ്ഞ ഒരാൾ ബുക്ക് എഴുതി, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പൊ ആ പുസ്തകം ഞാൻ 17 വയസ്സുള്ളപ്പോൾ ഞാൻ വായിച്ചതാണ്. അപ്പൊ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ആ ബുക്ക് മുഴുവൻ എങ്ങനെ മറ്റു മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക്
ഫ്രണ്ട്സ് ആക്കാന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ബേസിക്കലി ഡിഫറെന്റ് ലെവൽ ഓഫ് മാനിപ്പുലേഷൻ ആണ്. പുള്ളി പറയുന്നുണ്ട് ഇടയ്ക്ക് ഓതന്റിക് ആയിട്ട് നമ്മൾ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഫണ്ടമെന്റലി എല്ലാം മാനിപ്പുലേഷൻ ടെക്നിക്സ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ലോകത്തിലെ സെയിൽസിൽ നിന്ന് വരുന്ന ചില ആൾക്കാർ എന്ത് സംഭവിക്കുന്നത് അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരെല്ലാം പറ്റിക്കാം. ക്ലിയർ ആണോ? അപ്പൊ ആ പറ്റിക്കാനായിട്ടുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. അതല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള 1 കോടിയുടെ 10 കോടിയുടെ 100 കോടിയുടെ 1000 കോടിയുടെയോ $1 ബില്യൺ ബിസിനസ് ഉണ്ടാക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഷോർട്ട് ടേമിൽ ഈ പറഞ്ഞ വാല്യൂ കോംപ്രമൈസ് ചെയ്യാനുള്ള ടൂളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ലോങ് ടൈം തന്നെയാണ് കളയുന്നത്. പക്ഷെ നിങ്ങൾ ഓതന്റിസിറ്റിയോടുകൂടെ നിങ്ങളുടെ പ്രോസ്പെക്റ്റിനോട് ചെന്നിട്ട് പറയുകയാണ്, അത് എൻ്റെ ആ പ്രൊഡക്റ്റ് വാങ്ങേണ്ട കാര്യമില്ല, എനിക്കിപ്പോൾ ഷോർട്ട് ടൈമിൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഇത് വന്നാലും ഞാൻ എൻ്റെ ഏറ്റവും അൾട്രാ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ പറയുവാണ്. അങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾ റെക്കമെൻഡ് എഗെയിൻസ്റ്റ് ആണ്. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുവാണ്. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1, ട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെ സംബന്ധിച്ചുള്ള സെയിൽസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ അത് കേട്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ, സെയിൽസ് എന്ന് പറഞ്ഞൊരു പാലമാണ്. ബേസിക്കലി എന്ന് വെച്ചാൽ ഒരു പുഴയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ബേസിക്കലി യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാലമാണ്. ക്ലിയർ ആണ്? നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പാലം ഉണ്ടാക്കിയിട്ട് ആ പാലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലം ട്രസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഫാക്ടർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ട്രസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാലമാണ്. അതായത് അപ്പൊ നിങ്ങളെ അവർക്ക് വിശ്വാസം ഉണ്ടാകണം. ഇങ്ങനെയാണ് നമ്മൾ പാലം വരയ്ക്കുന്നത്. അപ്പൊ ആ പാലത്തിനകത്ത് ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ വണ്ടികളിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കടത്തി വിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഉറപ്പാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ വന്നു, അപ്പുറത്തെ സൈഡിലേക്ക് സെയിലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ട്രസ്റ്റ് ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്കൊരു പാലം ഉണ്ടാകണം. അപ്പൊ ആ പാലം ഉണ്ടാകാൻ വേണ്ടി പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് എഗെയിൻസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ റെക്കമെൻഡ് എഗെയിൻസ്റ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ഓഫറിലേക്ക് സ്ട്രക്ചർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ സെയിൽസിനെ കുറിച്ചൊരു ബിലീഫ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന, ഞാൻ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു സെക്കൻഡിൽ. നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിന്റെ വാല്യൂ, നിങ്ങളൊരു ബാങ്കാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നിങ്ങളെ സംബന്ധിച്ചോളം 1000 രൂപ നിങ്ങളെ ബാങ്കിൽ വന്നെടുക്കാൻ ഒരാൾ വരുവാണ്. അപ്പൊ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 100 രൂപ തന്നാൽ മതി, 100 രൂപയ്ക്ക് ഞാൻ 1000 രൂപ തരാം. വിയേർഡായിട്ടുള്ള ഐഡിയ ആണ്. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ ചെല്ലുവാണ്, നിങ്ങൾ 100 രൂപ തന്നാൽ മതി, ഞാൻ 1000 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് പറയുവാണെങ്കിൽ, നിങ്ങൾ നാളെ രാവിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എത്തിയില്ലേ, എത്ര 100 രൂപ എനിക്ക് മാറ്റാൻ പറ്റും? ഇങ്ങനെ 1 ചെയ്യാൻ പറ്റുള്ളൂ, 2 ചെയ്യാൻ പറ്റുള്ളൂ, 1000 ചെയ്യാൻ പറ്റുമോ? 1000 100 രൂപയായിട്ട് ഞാൻ വരാം. എന്താണ്? അപ്പൊ നാച്ചുറലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്ന് കടക്കണിയിലാവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് ഒരു വാല്യൂ ക്രിയേഷൻ ആണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ? ശരിക്കും ലൈഫിൽ നമ്മളെ സംബന്ധിച്ചോളം 100 രൂപ കൊടുത്തിട്ട് ആ 100 രൂപ തരുന്ന ആൾക്ക് 1000 രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ജനറലി സ്പീക്കിംഗ് പറ്റില്ല. പക്ഷെ ബിസിനസ്സിൽ അത് പറ്റും. ബിസിനസ്സിൽ എങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സിൽ 100 രൂപ തരുന്ന ആൾക്ക് നമുക്ക് 1000 രൂപയുടെ വാല്യൂ കൊടുക്കാൻ പറ്റും. 1000 രൂപയുടെ വാല്യൂ കൊടുക്കാൻ പറ്റും. 10,000 രൂപയുടെ വാല്യൂ കൊടുക്കാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങളൊരു സർവീസ് ആണെങ്കിൽ. ക്ലിയർ ആണോ? ഇവിടെയാണ് പ്രീമിയം പ്രൊഡക്റ്റുകൾ കളിക്കുന്നത്. അപ്പൊ ഞാൻ പ്രീമിയം പ്രൊഡക്റ്റിലേക്ക് പോവല്ല, പ്രീമിയം പ്രൊഡക്റ്റുകൾ ഇവിടെയാണ് കളിക്കുന്നത്. റോളക്സ് എന്ന് പറഞ്ഞേക്കുന്ന വാച്ച് എന്താണ് തരുന്നത്? നമുക്ക് സിഗ്നിഫിക്കൻസ് ആണ് തരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ 30 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ ഞാൻ അങ്ങനെയുള്ള വാച്ചുകളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ സിഗ്നിഫിക്കൻസ് ആണ് തരുന്നത്. അവർക്കൊരു സിഗ്നിഫിക്കൻസ് കിട്ടുവാണ്. ഈ പറഞ്ഞ പോലെ ഒരു കോടി രൂപയുടെ സിഗ്നിഫിക്കൻസ്, അത് കൂടുതൽ വാല്യൂ കിട്ടുവാണ് അവരുടെ മനസ്സിൽ. ഒരു റോൾസ് റോയ്സ് ഓടിച്ചു പോയി ഒരിടത്ത് പോയി ഇറങ്ങുവാണെങ്കിൽ, ഒരു വൈറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് റോൾസ് റോയ്സ് ആണ്, അതിന്റെ റോൾസ് റോയ്സിന്റെ നിർത്തി കഴിഞ്ഞപ്പോൾ റോൾസ് റോയ്സിന്റെ സിമ്പിൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ, അപ്പൊ ഇറങ്ങിയിട്ട് അതിനകത്ത് ഇറങ്ങി വരുമ്പോൾ ആ ഫീലിംഗ് 3 കോടി രൂപയോ 5 കോടി രൂപയോ 10 കോടി രൂപയുടെ റോൾസ് റോയ്സ് ആണെങ്കിൽ ആ ഫീലിംഗ് 10 കോടി രൂപ കൂടുതലാണ്. ക്ലിയർ ആണ്? അപ്പൊ അവിടെ വാല്യൂ, അപ്പൊ ശരിക്കും 5 കോടി രൂപ മുടക്കുന്ന ആൾ, നിങ്ങൾ പലപ്പോഴും വണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് 5 കോടി രൂപയ്ക്ക് ഒരാൾ റോൾസ് റോയ്സ് മേടിക്കുന്നു. ഓക്കെ, അല്ലെ 10 കോടി രൂപയ്ക്ക് ഒരു റോൾസ് റോയ്സ് കുള്ളിനാൻ മേടിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് മേടിക്കുന്നത് വെച്ചാൽ അവർക്ക് അതിൽ കൂടുതൽ വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പൊ ബേസിക്കലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, അതായത് 100 രൂപ കൊടുത്തിട്ട് നമുക്ക് 1000 രൂപ തിരിച്ചു മേടിക്കുന്ന പരിപാടി ക്വയറ്റ് പോസിബിൾ ആണ്. ബിസിനസ്സിൽ പോസിബിൾ ആണ്. കാരണം ഈ 5 കോടി രൂപ മുടക്കുന്നതിനെ സംബന്ധിച്ചോളം 50 കോടി രൂപയുടെ വാല്യൂ അതിനകത്തുനിന്ന് കിട്ടും.
കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം അവിടെ ചെന്ന് റോൾസ് റോയ്സ് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ആൾക്കാർ ഭയങ്കരമായിട്ട് സിഗ്നിഫിക്കൻസ് കൊടുക്കും. അപ്പോൾ ആ സിഗ്നിഫിക്കൻസ് ആൾക്ക് കിട്ടുവാണ്, ആൾക്കൊരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യുവാണ്, ആൾക്കൊരു അലൈവ്നെസ് ഫീൽ ചെയ്യുവാണ്. എവിടെ ചെന്നാലും പുള്ളിയെ സംബന്ധിച്ചാൽ ഇങ്ങനെ ടയർഡ് ആയിരിക്കും പുള്ളി, പക്ഷെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേന് ആൾക്കാരെല്ലാം എന്താ കുട്ടപ്പൻ ചേട്ടന് ഇത്രയും നല്ല വണ്ടി ഉണ്ടല്ലോ, എന്താ സൂപ്പർ, കുട്ടപ്പൻ ചേട്ടൻ എങ്ങനെ എത്തി, കള്ളക്കടത്തായിരുന്നിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കും. പക്ഷെ റിയാലിറ്റിയിൽ എങ്കിലും അസൂയോട് കൂടെ ആണെങ്കിൽ പോലും ഒരു സിഗ്നിഫിക്കൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എൻ്റെ ബിലീഫാണ് ഞാൻ ഷെയർ ചെയ്തത്. അതായത് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസാണ്. സെയിൽസ് എന്ന് പറഞ്ഞ ഒരു സർവീസാണ് എപ്പം നിങ്ങൾ കൂടുതൽ വാല്യൂ കൊടുക്കുമ്പോൾ. മറ്റേത് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 1000 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ, 1000 രൂപ പോട്ടെ, 100 രൂപയ്ക്ക് 101 രൂപ കൊടുക്കുമ്പോൾ, 102 രൂപ കൊടുക്കുമ്പോൾ, അതായത് 100 രൂപ മുടക്കുന്ന ആൾക്ക് 100ൽ കൂടുതൽ വാല്യൂ കൊടുക്കുന്നതാണ് ബിസിനസ്. അതാണ് ബിസിനസ്. അതിന് എത്രമാത്രം കൂടുതൽ വാല്യൂ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് വളരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞൊരു സർവീസാണ്. അത് നിങ്ങൾ ക്ലിയർലി മനസ്സിലാക്കണം. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തിരിച്ചു പോയി ചെയ്യാവുന്ന ഒരു കാര്യം, അമേരിക്കൻ കമ്പനികൾ ചെയ്ത് നമ്മുടെ ക്ലയന്റുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അവരവരുടെ ഡീലിൽ ഇത് പോയി സ്ട്രക്ചർ ചെയ്യും. ഓക്കെ, ഇത് പറയാനായിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞത്. ഡീലിൽ സ്ട്രക്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഓഫർ ചെയ്താലും ആ പ്രോഡക്റ്റിനകത്ത് നിങ്ങൾ കോൺവെർസേഷൻ തുടങ്ങുന്നത് തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് അഗെയിൻസ്റ്റ് ചെയ്ത് തുടങ്ങാം. കാരണം അവിടെ നമ്മുടെ പാലം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. എഗെയിൻ നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം കൊടുക്കുന്നെങ്കിൽ ഇതിനെ ഒരു ടാക്ടിക് ആയിട്ടല്ല, ഇതിനെ നമുക്ക് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ഒരു മാനിപ്പുലേഷൻ ടാക്ടിക് ആയിട്ടല്ല, ഒരു എംപവറിംഗ് ടാക്ടിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ റെക്കമെൻഡ് അഗൈൻസ്റ്റ് പറയണം. അപ്പൊ ഞാൻ 3 പ്രൈസ് മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഒരു സെക്കൻഡ് ഷെയർ ചെയ്യാം. ഞാൻ റുബുൽ ചാണ്ടി, 90 ഡേയ്സ് ലൈഫ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബെസ്റ്റ് ബുക്കിന്റെ ഓതറാണ്. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ 90 ഡേയ്സ് ലൈഫ് എന്ന് പറഞ്ഞ ബുക്ക് 10,000-കണക്കിന് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് ബിസിനസ്സുകാർക്ക് കോടികളായിട്ടുള്ള രൂപ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആ ബുക്ക് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുവാണ്. നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ലിങ്ക് കാണും, ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്റെ കൂടെ 28 ഡേയ്സിൽ നിങ്ങൾക്കൊരു വെർച്വൽ മെന്ററിംഗ് ഞാൻ തരുവാണ്. ഞാൻ നിങ്ങൾക്ക് 28 ഡേയ്സിലേക്ക് വോയിസ് ഇട്ട് തന്ന് നിങ്ങളുടെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഒരു കോസ്റ്റും ഇല്ല. ഇത് എന്റെ ഗിഫ്റ്റ് ആണ്. നിങ്ങൾ എന്റെ ചാനലിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട്, നിങ്ങൾ എന്റെ ലോകത്തേക്ക് വന്നതുകൊണ്ട്, നിങ്ങൾ എന്ത് വീഡിയോ ആണ് വാച്ച് ചെയ്യുന്നെങ്കിൽ ആ വീഡിയോ വാച്ച് ചെയ്തതിന് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നു. ഇവിടെ താഴെ പോകുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ വെർച്വൽ മെന്ററിംഗ് ജേർണിയിലൂടെ യാത്ര ചെയ്യാം. 3 പ്രൈസ് മോഡൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സിലിക്കൺ വാലി കമ്പനികൾ ഏതിലെടുത്തിട്ട് അതിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ, ഇൻക്ലൂഡിങ് നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ അങ്ങനെയുള്ള എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ പ്രൈസുകൾ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചർ അതിൽ ഇൻബിൽറ്റ് ആണ്. പക്ഷെ നിങ്ങൾ അത് ക്ലിയർലി കണ്ടിട്ടുണ്ടാകണമെന്നില്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പ്രൈസ് 1 അവർ കാണിക്കും, പ്രൈസ് 1, പ്രൈസ് 2, പ്രൈസ് 3. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്നതാണ് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിൽ പലരും ചില രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എഴുതിയേക്കാം. പക്ഷെ ഫണ്ടമെന്റലി നിങ്ങൾ കാണുന്നതാണ് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും ഇവിടെ കാണുന്നത്. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ഞാൻ ഇമാജിൻ ചെയ്യുവാണ്. നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ $25 ആണെങ്കിൽ $25 ആദ്യത്തെ പ്രൈസ് കാണിക്കും. എന്നിട്ട് ഈ P2 എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പ്രൈസിൽ അവർ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ സിലിക്കൺ വാലി കമ്പനി അല്ല, ഇത് എനിക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഞാൻ മനസ്സിലാക്കി തരാം, ഒരു സെക്കൻഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതിന്റെ ബിഹൈൻഡ് ദ സീനിൽ പല 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 സൈക്കോളജിയും പല പല സോഷ്യൽ ഇൻഫ്ലുവൻസിങ് പെർസുവേഷൻ ടാക്ടിക്സ് ഇംപ്ലിമെന്റഡ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേൾക്കാതെ പോകും. സാധാരണ ഒരു വീഡിയോ കേൾക്കുന്ന പോലെ കേൾക്കാതെ ഇതിന്റെ ബിഹൈൻഡ് ദ സീനിലുള്ള ഡീപ്പ് ലെവലിലുള്ള ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് എക്സാക്ട്ലി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം ആദ്യം. അപ്പൊ P2 അവിടെ നിങ്ങൾ റെക്കമെൻഡഡ് എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റെക്കമെൻഡഡ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. എന്നിട്ട് അവിടെ നമ്മൾ $15 ഒരു ഓപ്ഷൻ കാണിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ ബേസിക് എന്ന് പേരിടുവാണ്. ബേസിക് എന്ന് പേരിട്ടിട്ട് ഇതിന് നമ്മളെ സംബന്ധിച്ചാൽ $10 കൊടുക്കുകയാണ്. ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പിളാണ്. ഇനി നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും എപ്പോഴും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിളാണ്. അവര് ആദ്യം തന്നെ ഏറ്റവും ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവർ തന്നെ ഉണ്ടാക്കി, അല്ലെ? അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അവർ പറയുക ഇത് നിങ്ങൾ യൂസ് ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ റിച്ച് ആണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ റിച്ച് ആണെങ്കിൽ റെക്കമെൻഡ് ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്താണെങ്കിലും വാങ്ങിക്കോളും. അപ്പൊ അതിനെക്കുറിച്ച് അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത്? അവർക്കൊരു നഷ്ടം വന്നിട്ടില്ല.
അവർക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാം. അവർ റെക്കമെൻഡ് ഈ പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും സ്റ്റാർ ആയിട്ടുള്ള പ്രൈസ് പോയിന്റിനെ അവർ റെക്കമെൻഡ് എഗെയിൻസ്റ്റ് ആണ് ചെയ്തേക്കുന്നത്. മനസ്സിലാക്കിയിട്ടുണ്ടോ? അവർ റെക്കമെൻഡ് എഗെയിൻസ്റ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്നിട്ട് അവർ മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പൊ അവർ റെക്കമെൻഡ് എന്ന് പറയും, ഓക്കെ റെക്കമെൻഡ്, ഓക്കെ. അപ്പം ഇതാണ് ബേസിക്കലി കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത് ബ്രസീലിലാന്ന് തോന്നുന്നു, സൗത്ത് അമേരിക്കൻ ഒരു കൺട്രിയിലാണ് ആൾക്കാരുടെ കണ്ണ് ഡൊണേഷൻ. ഓക്കെ, കണ്ണ് ഡൊണേഷൻ ഇത് വളരെ ചെറിയൊരു ഡീറ്റെയിൽ ആണ്, പക്ഷെ ഈ ഡീറ്റെയിൽസിലാണ് ഏഞ്ചലിസം ദ ഡീറ്റെയിൽസ് ആണ്. അതായത് കണ്ണ് മരിച്ചു കഴിയുമ്പോൾ ഡൊണേറ്റ് ചെയ്യുന്നവരോട് ഓർഗൻ ഡോണർ ആകാൻ ആഗ്രഹമുള്ള ആൾക്കാർ. അപ്പൊ ഈ ഓർഗൻ ഡൊണേഷനെ കുറിച്ച്, ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, യെസ് ഓർ നോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ആളുകൾ നോ, എനിക്കൊരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇതാണ് ഒരു കേസ്. ഓക്കെ, മറ്റേ കേസ് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതി വെക്കാൻ പറയാണ്. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഒരു പ്രാവശ്യം ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ ചെയ്തില്ല. ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഒരുപാട് ആൾക്കാരെ ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഓർഗൻ ഡൊണേറ്റീവ് ആണ് എന്ന് പറഞ്ഞപ്പം ആൾക്കാരെ ബേസിക്കലി ഒരുപാട് കൂടുതൽ പേര് ഓർഗൻ ഡൊണേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? അപ്പൊ ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ പെയിൻ അല്ല, മനുഷ്യരെ സംബന്ധിച്ചോളം ഡിസിഷൻ എടുക്കാനായിട്ട് താല്പര്യമില്ല. കാരണം ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് ഹ്യൂമൻസിനെ സംബന്ധിച്ചോളം വരുവാണ്. ഞാൻ ഫേസ്ബുക്ക് കാണണം, മറ്റത് കാണോ, അത് വേണോ, ഇൻസ്റ്റാഗ്രാമിൽ പോകണോ, ഇത് വേണോ, യൂട്യൂബ് വീഡിയോ കാണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ബിസിനസ് അങ്ങനെ ചെയ്യണോ, ഇവിടെ ചെയ്യണോ, ഹയർ ചെയ്യണോ, ഇത് ചെയ്യണോ, ഫയർ ചെയ്യണോ, മറ്റവരെ എടുക്കണോ, മാർക്കറ്റിംഗ് കൂട്ടണോ, സെയിൽസ് കൂട്ടണോ, ഇങ്ങനെ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് വഴി ഈ പറഞ്ഞ പോലെ നമ്മുടെ തലമുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ്. ആ സിറ്റുവേഷനിൽ ഡിസിഷൻ എടുത്തു കളയുകയാണ്. അപ്പൊ ബേസിക്കലി റെക്കമെൻഡേഷന്റെ പിന്നിലുള്ളൊരു കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞേക്കുന്ന ഒരു സൈക്കോളജിയാണ്. ഇത് റോബർട്ട് സിയാൽഡിനി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ ബുക്ക് എല്ലാ ആൾക്കാരും വായിച്ചിരിക്കുന്നതാണ്. അപ്പോൾ റെക്കമെൻഡേഷനിൽ ബേസിക്കലി കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി ആണ് അവരെ സംബന്ധിച്ചോളം അവർക്ക് ഈ ഡിസിഷൻ എടുക്കേണ്ട പോലും വന്നില്ല. കാരണം അത് ഏറ്റവും കൂടുതലല്ല അവർ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ തന്നെ ഒരു ഇൻബിൽ ട്രസ്റ്റ് ആണ്. രണ്ടാമത് അവരെ സംബന്ധിച്ചോളം റെക്കമെൻഡഡ് പ്രൊഡക്റ്റ് ആണ്. ഇനി ഒട്ടും പൈസ ഇല്ലാത്തവർ ഇത് പോയി മേടിച്ച് പൊക്കുകയും ചെയ്തോളും. മറ്റേത് റെക്കമെൻഡ് ആയതുകൊണ്ട് ഇത് മേടിക്കാനായിട്ട് എളുപ്പമാവുകയും ചെയ്യും. മജോറിറ്റി ഓഫ് ആൾക്കാർ ഇത് മേടിക്കും. ഇത് മേടിക്കാൻ ഇരുന്ന ആൾക്കാർ, അതായത് $10 മേടിക്കാൻ ഇരുന്ന ആൾക്കാർ $15 മേടിക്കുകയും ചെയ്യും. കാരണം അതാണല്ലോ റെക്കമെൻഡ് ആയിട്ട് മേടിച്ചേക്കാം എന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ? ഇത്ര ഒരു കാര്യത്തിൽ, അതായത് റെക്കമെൻഡ് എഗെയിൻസ്റ്റ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഇത്ര ഒരു കാര്യത്തിൽ തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം ഞാനിവിടെ കവർ ചെയ്തിട്ടുള്ളൂ. ക്ലിയർ ആണോ? ഈ ഒരൊറ്റ കാര്യം തന്നെ എൻ്റെ ആക്സിലറേറ്റർ 85 ഉള്ളവർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവരുടെ ബിസിനസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ബിഹൈൻഡ് ദ സീനിലുള്ള ഏറ്റവും പവർഫുൾ ഞാൻ അവരെ പഠിപ്പിച്ചു തരുന്ന ചില വളരെ സൂപ്പർ അഡ്വാൻസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങളെ സംബന്ധിച്ചോളം ഇതിന്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇനി വേറൊരു കാര്യം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മള് അതായത് നെയ്മീൻ മേടിക്കാം, നിങ്ങളുടെ നിന്ന് മേടിക്കാം, ഓക്കെ, വേറെ ആളുടെ നിന്ന് മേടിക്കാം. ഏറ്റുമാനൂർ ചന്തയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ 100 കണക്കിന് ആൾക്കാരുണ്ട് അവിടെ. എൻ്റെ പിള്ളേർ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അവർ കണ്ടിട്ട് അവരെ മത്തി അയല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ആൾക്കാരെ. അപ്പൊ എൻ്റെ പിള്ളേർ വളരെ ചെറുപ്പമായ സമയത്ത് ഞാൻ ഏറ്റുമാനൂർ ചന്തയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവര് ചേട്ടാ 30 രൂപ മത്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിള്ളേർ തിരിച്ചിവിടെ വന്നിട്ട് ഞാൻ അമേരിക്കയിലാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, തിരിച്ചിവിടെ വന്നിട്ട് ചേട്ടാ 30 രൂപ മത്തി എന്നൊക്കെ സ്കൂളിലൊക്കെ പോയി പറഞ്ഞവര്. പിള്ളേർ പറഞ്ഞു, അപ്പനെ വിളിച്ചു ക്ലാസ്സിൽ കയറുന്നുണ്ടെങ്കിൽ ഇനി മത്തിന്ന് അതാണ്ടൊക്കെ പറയുന്നുണ്ട്. വേറെ തന്നെ ജബാര എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പം വന്ന് കണ്ടിട്ട് ക്ലാസ് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പല ആൾക്കാരെയും അവർക്ക് മേടിക്കാൻ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉള്ള ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുവാണ്. ക്ലിയർ ആണോ? എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണം? നിങ്ങൾ അവരോട് ഓതന്റിക് ആയിട്ട്, ഞാൻ ഈ ഓതന്റിസിറ്റിയെ കുറിച്ച് ഒരു സെക്കൻഡ് സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഓതന്റിക് ആയിട്ട് അവരെ കെയർ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നുവാണ് സിൻസിയർലി. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള ചില ആൾക്കാരുടെ കോൺവെർസേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഇയാൾ നല്ലതായിട്ട് കെയർ ചെയ്യുന്ന ആളാണല്ലോ. അങ്ങനെ ഒരാളുടെ കൂടെയാണ് ലോങ് ടൈമിൽ ആൾക്കാരെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നോക്കുള്ളൂ. ഷോർട്ട് ടൈമിന് വേണ്ടി ആൾക്കാർ പല സ്ഥലങ്ങളിലും പോകും. പക്ഷെ ലോങ് ടൈമിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലോങ് ടൈമിൽ നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന മൊമെന്റിൽ എന്ത് സംഭവിച്ചു? നിങ്ങൾ നെക്സ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന സാധനം അവർ ബൈ ചെയ്യാൻ റെഡിയായി. ഇത് നമ്മുടെ സിലിക്കൺ വാലി എക്സാമ്പിളിനകത്ത്, നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ എക്സാമ്പിളിനകത്ത് ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ്.
നെറ്റ്ഫ്ലിക്സിന്റെ എക്സാമ്പിളിനകത്ത് ഓൾറെഡി ബിൽറ്റഡ് ആണ്. അതായത് അവർ റെക്കമെൻഡ് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തു ഈ സാധനം, അല്ലെ? ഇത് റെക്കമെൻഡ് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തു. ഓക്കെ, ആ മൊമെന്റിൽ തന്നെ ഇത് റെക്കമെൻഡ് ഫോറായി. അപ്പൊ ആ മൊമെന്റ് തന്നെ ഇവർ രണ്ടാമത് പർച്ചേസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി സിഗ്നിഫിക്കൻ്റ്ലി കൂടി. അപ്പൊ നിങ്ങൾ ജനറലി മനസ്സിലാക്കുക, ജനറലി സ്പീക്കിംഗ് ആണ് ഇത്, 100% എപ്പോഴും ട്രൂ അല്ല, പക്ഷെ ജനറലി സ്പീക്കിംഗ് നിങ്ങൾ ഒരു സാധനം റെക്കമെൻഡ് എഗെയിൻസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത റെക്കമെൻഡ് ചെയ്യുന്ന സാധനം ആൾക്കാരെ മേടിക്കാനുള്ള പ്രോബബിലിറ്റി സിഗ്നിഫിക്കൻ്റ്ലി ഹയറായി. കാരണം അവരെ സംബന്ധിച്ചോളം അവര് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് കാണുവാണ്. ഇത് ബിൽറ്റ് ഇൻ ചെയ്ത കമ്പനികളാണ് സിലിക്കൺ വാലി കമ്പനികൾ. സിലിക്കൺ വാലി കമ്പനികളോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇതുപോലുള്ള സ്ട്രക്ചർ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തതല്ല, ഞാൻ അവരുടെ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ അവരുടെ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞില്ല ബിസിനസ് സ്ട്രാറ്റജി ലെവലിലും അതുപോലെ അവരുടെ കോച്ചിങ് ലെവലിലുമാണ് ഞാൻ കൂടുതൽ സിലിക്കൺ വാലി കമ്പനികളോട് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം റെക്കമെൻഡ് 4 പറയുവാണ്. അപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം? നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ പ്രൈസ് ഓഫർ ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്കൊരു പ്രീമിയം പാക്കേജ് ഓഫർ ചെയ്യാം. ഓക്കെ, ഒരു ഹൈ ലെവൽ പാക്കേജ് ഓഫർ ചെയ്യാം, ഒരു ലോവസ്റ്റ് ലെവൽ പാക്കേജ് ഓഫർ ചെയ്യാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരു പ്രീമിയം പാക്കേജ് ഓഫർ ചെയ്യാം, ഹൈ ലെവൽ പാക്കേജ് ഓഫർ ചെയ്യാം, ലോവസ്റ്റ് ലെവൽ പാക്കേജ് ഓഫർ ചെയ്യാം. ഇത് പല ഇൻഡസ്ട്രീസിലും ആപ്ലിക്കബിൾ ആവും, ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താ സ്ഥിതി വെച്ചാൽ ഈ ലോവസ്റ്റ് ലെവല് പ്രൈസ് കോമ്പറ്റീഷൻ ഉള്ളതായിരിക്കണം. ചെറിയ മാർജിനിൽ നിങ്ങൾ പ്രൈസ് കോമ്പീറ്റ് ചെയ്ത് വിൻ ചെയ്യണം. പലപ്പോഴും കേരളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരിൽ നിന്ന് കാണുന്ന ഒരു കാര്യം വെച്ചാൽ പ്രൈസ് കോമ്പറ്റീഷനാണ്. ഈ പ്രൈസ് കോമ്പറ്റീഷൻ, നിങ്ങൾ എൻ്റെ ലോകത്ത് വന്നേക്കുന്ന ആൾക്കാർക്ക് ആ പ്രൈസ് കോമ്പറ്റീഷൻ വാർ വിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ജനറലി സ്പീക്കിംഗ് ഒരു ബിഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ ബിഡ് ആകാം, ഇന്റീരിയറിന്റെ ബിഡ് ആകാം, മറ്റ് പല പ്രോജക്റ്റുകൾ, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നതിൻ്റെ, HVAC ചെയ്യുന്നതിൻ്റെ ആകാം, കൺസ്ട്രക്ഷൻ എൻ്റയർ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലാകാം, മാനുഫാക്ചറിങ് ലെവലിലാകാം, ട്രേഡിംഗ് ലെവലിലാകാം. നിങ്ങളൊരു ബിഡ് ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പറയാ ഏറ്റവും ഹയസ്റ്റ് പ്രീമിയം ആയിട്ടുള്ള സാധനം നമ്മൾ കാണിച്ചിട്ട് അവരോട് അതിന് റെക്കമെൻഡ് അഗെയിൻസ്റ്റ് പറയാ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കോ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? അങ്ങനെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഒരുപാട് ആൾക്കാരൊന്നും ഒരുപാട് ആൾക്കാരെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോകൾ കാണാറില്ല. വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് റിസൾട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യുക, അതായത് ഹൈ ലെവൽ പ്രൈസ് റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ബിഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇന്റേണൽ ആൾക്കാർക്ക് ഒരുപാട് അതിൻ്റെ ഉണ്ട്. ഞാൻ ബേസിക്കലി ഇതെല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്, ബിസിനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ അകത്തിരുന്ന് നമുക്ക് ഓർഡർ തരുന്ന ആൾക്കാരിൽ പല ബയേഴ്സ് ഉണ്ടാവും. അതിൽ ആരെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതായത് പൈസ മേടിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പൊ ആ പൈസ മേടിക്കാൻ ആഗ്രഹമുള്ള ആൾക്ക് അയാളൊരു റീസൺ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ചിലപ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റോ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ടെക്നിക്കൽ പ്രപ്പോസൽ എടുത്തിട്ട്, ഞാൻ US എയർഫോഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വരെ ഇങ്ങനെയുള്ള സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഷെയർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ലോകത്തിലെ ഏത് സ്ഥലങ്ങളിൽ, എസ്പെഷ്യലി നിങ്ങൾ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഈ പറഞ്ഞ പോലെ പൈസ മൂവ് ചെയ്യാതെ ഇതൊന്നും നടക്കില്ല. അതായത് നമ്മൾ ആരോ പർച്ചേസിലിരിക്കുന്ന ആർക്കൊരു ഒരാൾക്ക്, നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, എസ്പെഷ്യലി നിങ്ങൾ മിഡിൽ ഈസ്റ്റ് അല്ല വേറെ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണെങ്കിൽ ലോകമെമ്പാടും പർച്ചേസിൽ ജോലി കിട്ടാൻ വേണ്ടി ഭയങ്കര ഇടിയാണ്. കാരണം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. ശമ്പളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ പറഞ്ഞ പർച്ചേസിൽ ജോലി, 2 സെന്റ് തെരേസസ് കോളേജിലെ പാൽക്കാരൻ, ഇത് രണ്ടിലേതെങ്കിലും ജോലികൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഇടിച്ചു നിൽക്കുവാണ്. അപ്പൊ എന്താ സിറ്റുവേഷൻ എന്ന് ചോദിച്ചാൽ, അതിനകത്തൊരു അട്രാക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, പർച്ചേസിലുള്ള ജോലി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസ കിട്ടിയാലും പിന്നെ ഓരോ കമ്മീഷനുകളും മറ്റു പല പേയ്മെന്റുകളും കിട്ടി മുന്നോട്ട് പോകണം. അപ്പൊ അവരെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് നമ്മൾ പെർസ്വേഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരു ലോവസ്റ്റ് പ്രൈസ് കൊടുക്കുകയാണ്. ആ ലോവസ്റ്റ് പ്രൈസ് ഇവൻ കൊടുക്കുന്ന, അതായത് ഇവനെ സംബന്ധിച്ചുള്ള ആ ലോവസ്റ്റ് പ്രൈസ് മറ്റേ കോമ്പറ്റീഷനെ കൊടുത്താൽ ഇവന് കമ്മീഷൻ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ വരണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം, നിങ്ങൾ അവനുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തണം. പക്ഷെ കീ പോയിന്റ് എന്താ വെച്ചാൽ, നിങ്ങളൊരു ലോവസ്റ്റ് പ്രൈസ് കൊടുത്തിരിക്കണം. ആ ലോവസ്റ്റ് പ്രൈസ് ലോവസ്റ്റ് ആയിരിക്കണം പറ്റുവാണെങ്കിൽ. ഇതാണ് നമ്മൾ ബിഡിംഗ് സ്ട്രാറ്റജീസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തഡോളജി. ഇപ്പം US എയർഫോഴ്സിന് ഞങ്ങൾ ബിഡിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒറ്റ പ്രൈസ് ടെക്നിക്കൽ പ്രപ്പോസൽ കൊടുത്താണ് പോയിട്ടുള്ളത്.
അവിടെ വേറെ ടെക്നിക്സ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ ആരും US എയർഫോഴ്സിന്റെ കോൺട്രാക്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ട്, US എയർഫോഴ്സ് കോൺട്രാക്ടർ ആയിരുന്നു ഞാൻ പണ്ട്. അപ്പം അവിടെ ഞാൻ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും അവിടെ നിന്നുള്ള ഇൻസൈഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസ് ഞാൻ പിൽക്കാലത്ത് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നിങ്ങൾ പറഞ്ഞ മൊമെന്റിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റിനോട് അവർ ഇൻട്രസ്റ്റഡ് ആയി, അവർ ട്രാപ്ഡുമായി നിങ്ങളുടെ പ്രപ്പോസൽ എടുക്കാനായിട്ട് നിങ്ങളുടെ ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് കാരണം. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഇത് കാണിച്ച് നിങ്ങൾ ബിഡ് എടുക്കുക, ഇത് കാണിച്ച് നിങ്ങൾ ബിഡ് എടുക്കുക. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞുമ്പോൾ നിങ്ങൾ അവരെ തിരിച്ച് അപ്സെൽ ചെയ്താൽ മതി. ഇവിടെ നമ്മളെ സംബന്ധിച്ചാൽ പ്രോഫിറ്റബിൾ ആയിരിക്കണം നിങ്ങളുടെ ലോവസ്റ്റ് ബിഡ്. നഷ്ടത്തിൽ ഒരിക്കലും എടുക്കരുത്. ഞാൻ നെഗോഷിയേഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാഡ് ഡീൽ ഇസ് എ ബാഡ് ഡീൽ. ഒരുപാട് ബിസിനസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അവരെന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബാഡ് ഡീലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വെച്ചാൽ ഇപ്പൊ നഷ്ടമായിക്കോട്ടെ, കുഴപ്പമില്ല, പിൽക്കാലത്ത് ലാഭമാവും. നിങ്ങളൊരു സിലിക്കൺ വാലി കമ്പനി അല്ല, ഗൂഗിൾ അല്ല, നിങ്ങളൊരു യൂട്യൂബ് അല്ല. ആദ്യം നഷ്ടം വരുത്തിയിട്ട് പിൽക്കാലത്ത് നമുക്ക് ലാഭത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇന്ന് ലാഭം ഉണ്ടാകണം. ക്ലിയർ ആണോ? ലാഭമില്ലാതെ നിങ്ങൾ ബിസിനസ് ചെയ്യരുത്. സിലിക്കൺ വാലി, ആമസോൺ അങ്ങനെയായിരുന്നു, 10 വർഷത്തിന് ലാഭമില്ല. ഇത് ഞാൻ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡീപ്ലി തിങ്ക് ചെയ്ത് നോക്കുക. ബിൽ ഗേറ്റ്സിന്റെയും ജെഫ് ബെസോസിന്റെയും നിങ്ങൾ പഠിക്കുക, ബില്യനേഴ്സിന്റെ പഠിക്കുക. നിങ്ങൾ പഠിക്കാൻ നോക്കുമ്പോൾ അവർ തരുന്ന അഡ്വൈസ് റോങ് ആയിരിക്കും. അതെന്താ അതിന്റെ അർത്ഥം? അവർ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് റോങ് ആയിരിക്കും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി $1 ട്രില്യൺ കമ്പനിയിൽ എത്തിയേക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഈ $1 ട്രില്യൺ കമ്പനിയിൽ എത്തിയേക്കുന്ന ആൾക്ക് നിങ്ങളുടെ പ്രാരാബ്ധം മനസ്സിലാക്കി നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ പറ്റില്ല. ക്ലിയർ ആണോ? ഇപ്പൊ ജെഫ് ബെസോസ് നിങ്ങളോട് വന്നിട്ട് പറയുവാണ്, അതെ നിങ്ങളെ പേഴ്സണലി കൺസൾട്ട് ചെയ്യാന്ന് പറയുവാണെങ്കിൽ ശരിയാണ്. അല്ല, ജെഫ് ബെസോസിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ മറ്റു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ജെഫ് ബെസോസ് 1996 അതായത് പുള്ളിക്കൊരു എനിക്കൊന്ന് ടൊയോട്ട ക്യാമറിയോ അല്ലെ ഹോണ്ട അക്കോഡോ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടിക്കകത്ത് പുള്ളി സാധനം പാക്കറ്റിലായിട്ട് ഈ സാധനം വിറ്റോണ്ടിരിക്കുകയാണ്. അതായത് ആമസോണിലുള്ള സാധനം ഒരു ചെറിയൊരു വെയർഹൗസിലുണ്ട്. ആ വെയർഹൗസിൽ നിന്ന് പുള്ളിക്കാരന് ഇതെടുത്തിട്ട് പുള്ളിയുടെ വണ്ടിയിലെ ബാക്കിലിട്ട് ഈ പറഞ്ഞ സാധനം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഷിപ്പ് ബുക്കുകൾ അങ്ങ് അയച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് പുള്ളി എന്ത് ചെയ്തു അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അവരിപ്പോ പറയുന്ന ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ അബദ്ധത്തിലാണ് പോയി ചാടാൻ പോകുന്നത്. അതിനെ കണ്ടിട്ട് അത് കേട്ടിട്ട് ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അത് കേട്ടിട്ട് ഒരു സെക്കൻഡ് ഞാൻ അത് പറയാം. പക്ഷെ അതിന് മുമ്പായിട്ട് അത് കേട്ടിട്ട് കാണാതെ പഠിച്ചിട്ട് അത് പറയുന്ന ആൾക്കാർ പറയുന്ന കേട്ടാൽ അതിനേക്കാളും വലിയ അബദ്ധത്തിൽ നിങ്ങൾ പോയി ചാടാം. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ ജെഫ് ബെസോസ് അവര് നിങ്ങളുടെ അവസ്ഥയിലായിരുന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത് അവരെന്ത് ചെയ്തു അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ റെക്കമെൻഡ് 4 ഓപ്ഷൻ പറഞ്ഞു. അപ്പൊ 3 ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ 3 ഓപ്ഷൻസ് കൊടുക്കുമ്പം നിങ്ങൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ബിഡ്, നിങ്ങൾ പ്രൈസ് പ്രീമിയം ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കരുത്. അവിടെ നിങ്ങളെ സംബന്ധിച്ചോളം പ്രീമിയം ചാർജ് ചെയ്യാൻ നോക്കരുത്, നഷ്ടവും വരുത്തരുത്. അതായത് ലോവസ്റ്റ് ആയിട്ടുള്ള ബിഡ് വെച്ച് നമ്മൾ ചെറിയ പ്രോഫിറ്റിലെങ്കിലും നിങ്ങൾ ചെയ്യണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾ നഷ്ടത്തിൽ ചെയ്യരുത്. അതാണ് ആമസോൺ ചെയ്തത്. നിങ്ങൾക്ക് അത് ബാഡ് അഡ്വൈസ് ആണ്. നിങ്ങൾ 100 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ബാഡ് അഡ്വൈസ് ആണ്. 1000 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ബാഡ് അഡ്വൈസ് ആണ്. നിങ്ങൾ 1000 കോടി രൂപ താഴെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബേസിക്കലി ലോസിൽ നിങ്ങൾ ചെയ്യരുത്. ആമസോണിന് അത് ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് ആമസോണിന്റെ മോഡൽ യൂസ് ചെയ്യത്തില്ല. കാരണം ആമസോണിനെ സംബന്ധിച്ചോളം പബ്ലിക് ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അവരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ഒരു ലോങ് ടൈം സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ അവർ ലോങ് ടൈം ആയിട്ടുള്ള ചില ഇൻവെസ്റ്റ്മെന്റുകൾ 10 വർഷത്തെ പല ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഞാൻ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആന വലുതാണെന്ന് ഓർത്തിട്ട് ഞാൻ ഒരിക്കലും ചെന്നിട്ട്, ഞാൻ തവളയാണെങ്കിൽ ഞാൻ തവള ഉറപ്പിച്ച് ആനയെ പോലെ ആകാൻ നോക്കരുത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ലെവലിനനുസരിച്ച് വേണം നമ്മൾ തിങ്ക് ചെയ്യാനായിട്ട്. ഒരു പ്രാവശ്യം കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ ജെഫ് ബെസോസ് അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സിനെ റോൾ മോഡൽ ആക്കിക്കോളൂ. പക്ഷെ അവരാദ്യം ബിസിനസ്സിൽ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു അതേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അവരിന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല. അവരിന്ന് പറയുന്ന അഡ്വൈസ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. കാരണം അവർക്ക് അറിയില്ല നിങ്ങളുടെ ലോകം എന്നാന്ന്. നിങ്ങളുടെ ലോകത്ത് നിന്ന് അവർ ഒരുപാട് കാലം ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ?
അപ്പൊ ഞാൻ തിരിച്ചു പോവാണ്. തിരിച്ച് കീ ആയിട്ടുള്ള ആ ഫൈനൽ പോയിന്റിലേക്ക് കീ ആയിട്ടുള്ള പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ റെക്കമെൻഡ് അഗൈൻസ്റ്റ് റെക്കമെൻഡ് ഫോർ. അപ്പൊ നിങ്ങൾ ഒരു കാര്യത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന സാധനം അവർക്ക് മേടിക്കാനായിട്ട് താല്പര്യമാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ നിങ്ങളുടെ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ചെയ്യാന്ന് വെച്ചാൽ 3 പ്രൈസ് മോഡൽ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പ്രൊപ്പോസലിൽ ബിഡിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ ലോവസ്റ്റ് പ്രൈസ് നമ്മൾ കാണിക്കാം, പക്ഷെ അതിന് മുകളിലുള്ളതിനെ റെക്കമെൻഡ് ചെയ്യാം. എന്നിട്ട് താഴെ ചെന്ന് ഉള്ള സാധനം വെച്ച് അവരെ സെല് ചെയ്യുക, ഈ പറഞ്ഞ പോലെ സെല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ അകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് ഇന്ററാക്ഷൻ കിട്ടുവാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുവാണ്. അവരെ കൊണ്ട് പ്രൈസ് കൂടുതൽ മേടിച്ച് മീഡിയത്തിലേക്ക് കൊണ്ടുവരിക. ചിലപ്പോൾ അത് നടക്കണമെന്നില്ല, പക്ഷെ നടന്നില്ലേ പോലും നിങ്ങളെ സംബന്ധിച്ചോളം ലോസിലായിരിക്കരുത് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു മെത്തഡോളജിയാണ് ഞാൻ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ്. ജോർഡൻ ബെൽഫോർഡ് എന്ന് പറഞ്ഞേക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പഠിച്ച കാര്യമാണിത്. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ പോലെ ജോർഡന്റെ കയ്യിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് ഈ കാര്യം, ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ് എന്ന് പറഞ്ഞൊരു ടൊണാലിറ്റി. ജോർഡൻ ബെൽഫോർഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞേക്കുന്ന മൂവി ആളെ കുറിച്ചായിരുന്നു. അപ്പോൾ ലോകത്തിലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫോളോ ചെയ്യുവാണ്, സെയിൽസിനെ കുറിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ജോർഡൻ ബെൽഫോർഡ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരാളാണ് ഗ്രാൻഡ് കാർഡോണിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓഫ് കോഴ്സ് എൻ്റെ പാർട്ണർ ഡാൻ ലോക്ക് അമേസിംഗ് സെയിൽസിനെ കുറിച്ച് ഒരുപാട് ടോക്ക് ചെയ്യാറുള്ള ആളാണ്. ഈ 3 ആൾക്കാർ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇവർ ചില ആൾക്കാർ അവരവരുടേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ജനറലി സ്പീക്കിംഗ് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ടെക്നിക്സ് ഇൻട്രസ്റ്റിംഗ് ആണ് ഈ 3 ആൾക്കാരെ. അപ്പോൾ ഒന്നുകൂടെ ഡാൻ ലോക്ക് എൻ്റെ ബിസിനസ് പാർട്ണറാണ്. ഡാൻ ലോക്ക് ഞാനിവിടെ ഒരുപാട് കേരളത്തിലുള്ള ബിസിനസ്സുകാരെയും ഇന്ത്യയിലുള്ള ബിസിനസ്സുകാരെ, ഏഷ്യയിലുള്ള ബിസിനസ്സുകാരെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഗ്രാൻഡ് കാർഡോൺ അത്യാവശ്യം നല്ല നോളജബിൾ ആയിട്ടുള്ള ആളാണ്, ക്ലോസ് ടു ബില്യനെയർ ആണ്. അതുകൂടാതെ 3ാമത്തെ ആൾ ജോർഡൻ ബെൽഫോർഡ് ആണ്. ജോർഡൻ ബെൽഫോർഡ് അത്ര റിച്ച് അല്ല, പക്ഷേ പുള്ളിയുടെ പൈസ എല്ലാം പോയതാണ്. പുള്ളിയുടെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ജോർഡൻ ബെൽഫോർഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ചുമ്മാ കിടന്ന ഒരിക്കലും ആർക്കും വേണ്ടാത്ത സ്റ്റോക്കുകൾ എടുത്ത് സെല്ല് ചെയ്ത് പഠിച്ച ആളാണ്. 1 ക്ലാസ് മാനിപ്പുലേറ്റർ ആണ്. പക്ഷെ മാനിപ്പുലേറ്റർ ആളുടെ കയ്യിൽ നിന്നും ടെക്നിക്ക് നമുക്ക് പഠിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് ഓതന്റിക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് പുള്ളി പറഞ്ഞേക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുകളൊന്ന് ടൊണാലിറ്റിയാണ്. ഈ ടൊണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഞാൻ സംസാരിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെ, നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിളി വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മസ്റ്റായിട്ട് അത് വാങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ ഒരു ടൊണാലിറ്റിയാണ് അല്ലേ. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിളി വാല്യുബിൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് അത് വാങ്ങിച്ചിരിക്കണം കേട്ടോ. അത് മസ്റ്റായിട്ട് വാങ്ങിച്ചു വെക്കുള്ളൂ. വേറൊരു ടൊണാലിറ്റിയാണ്. വ്യത്യാസം കണ്ടോ? ഞാൻ 3ാമത് വേറൊരു ടൊണാലിറ്റി കാണിക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് ബെസ്റ്റാണ്, നിങ്ങളത് വാങ്ങിച്ചിരിക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വേറൊരു ടൊണാലിറ്റിയാണ്. ഇത് ഡിഫറെൻറ്റ് ടൊണാലിറ്റീസ് ആണ്. ആദ്യത്തേതിനെ അബ്സല്യൂട്ട് സർട്ടനിറ്റി എന്ന് പറയും, 2ാമത്തേനെ സിൻസിയറിറ്റി എന്ന് പറയും, 3ാമത്തേനെ ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ് എന്ന് പറയും. അപ്പം മറ്റേത് രണ്ടും പറയാൻ ഇന്ന് ഞാൻ ശ്രമിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് ഏതോ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ക്യൂരിയസ് ആണെങ്കിൽ ഞാൻ പിന്നെ സംസാരിക്കാം. അപ്പം ഇവിടെ ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ് എന്ന് പറഞ്ഞേക്കുന്ന ടൊണാലിറ്റിയാണ്. ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ്സിൽ ഞാൻ ആൾക്കാരോട് ചോദിക്കും, എന്താണ് സാറേ, എന്താണ് റൂബിൾ എംപ്ലോയിഡ് ഒബ്വിയസ്നെസ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാപ്പിയെല്ലാം കുടിച്ചു, നിങ്ങൾ ഒരു പുരുഷനാണ്, കാപ്പിയെല്ലാം കുടിച്ചിട്ട് പത്രമെല്ലാം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ലക്ഷ്മിക്കുട്ടി എന്നാണ് നിങ്ങളുടെ ഭാര്യയുടെ പേര്. ലക്ഷ്മിക്കുട്ടി കേട്ടില്ല, ആദ്യം വിളിച്ചപ്പോൾ കേട്ടില്ല, പുള്ളിക്കാരി ജോലിയിലാണേ. അതെ ലക്ഷ്മിയെ, നമുക്ക് കളിയായി തുടങ്ങി. പിന്നെ നമ്മൾ വേറെ പേര് വീട്ടിലേക്ക് വിളിക്കുന്നത് അതിനുമ്പ് ലക്ഷ്മി എന്ന് പറയും. എന്നിട്ട് നമ്മൾ പുള്ളിക്കാരോട് ചോദിക്കുകയാണ്, അതെ ഇന്ന് നമ്മുടെ സൂര്യൻ ഉദിച്ചോ ലക്ഷ്മി? ശരിക്കും സൂര്യൻ ഉദിച്ചോ? അപ്പൊ ലക്ഷ്മി പറയുന്ന മറുപടിയാണ് ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ്. ലക്ഷ്മി പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലക്ഷ്മിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഭാഷകളൊക്കെ ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ പറയാത്ത ലെവലിലുള്ള ഭാഷകൾ ഞാൻ പറയാം. അതെ സൂര്യൻ എന്താണല്ലോ ഉദിക്കിയത്, നിങ്ങൾ എന്നായി പറയുന്നത്? സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. എതിരായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു ടൊണാലിറ്റി കണ്ടോ, ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടോ? ചെറിയൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ചെറിയൊരു ടൊണാലിറ്റി ഉണ്ട്. സൂര്യൻ ഉദിക്കും, സൂര്യന് ഇത് എന്താണ് ഗോപാല? സൂര്യൻ ഉദിച്ചു, ഒബ്വിയസ്ലി സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ക്ലിയർ ആണോ? ഇതാണ് ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ്. ഈ ഇംപ്ലോയിഡ് ഒബ്വിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് സെയിൽസിൽ.
ഓക്കെ, യൂസിങ് ഇംപ്ലൈഡ് ഒബിയസ്നസ്. ഏറ്റവും വലിയ ഫ്രണ്ട് ആണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചെന്നിട്ട് നമ്മളെ സംബന്ധിച്ചോളം ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ വന്നിട്ട് പറയും, നിങ്ങളെ സംബന്ധിച്ചോളം അതെ പറയുമ്പോൾ ശക്തി ഉണ്ടാകണം. അതെന്നുവെച്ചാൽ എന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിയിരിക്കും, അപ്പോഴാണിങ്ങനെ എന്ന് പറയുമ്പോഴത്തേന് അവർ പേടിച്ചിട്ട് ഇട്ടിട്ട് പോകും, അവരിറങ്ങിപ്പോകും. ഓക്കെ, കാരണം നിങ്ങളുടെ എനർജി ടു ഹൈ ആണ് അവരുടെ എനർജിയെക്കാളും. നിങ്ങളുടെ ഓവർ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ അവർക്ക് പേടിയാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ മോട്ടിവേഷണൽ സ്പീച്ച് അല്ല ആൻസർ, ചില സിറ്റുവേഷനിൽ കാം ഡൗൺ ആണ് ആൻസർ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ, ക്യാഷ് 360യിൽ ഞാൻ ക്യാഷ് 360 എന്ന് പറഞ്ഞേക്കുന്ന ബിസിനസ്സുകാരെ നെക്സ്റ്റ് ലെവലിലേക്ക് റിസൾട്ട് ബേസ്ഡ് ആയിട്ട് അവർക്ക് ഡെയിലി കോച്ചിങ് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ ക്യാഷ് 360യെ കുറിച്ച് ഞാൻ എങ്ങനെയാണ്, ഇപ്പം ഞാൻ എൻ്റെ ടീമിൽ നിന്നായിരിക്കും അതിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം പക്ഷെ ഞാനാണത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് കാര്യം വെച്ചാൽ, ബേസിക്കലി നിങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽസ് അനുസരിച്ച് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ ക്യാഷ് 360യുടെ പാർട്ടാകുക എന്നുള്ളതാണ്. അതിന് പാർട്ടായി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാണ്. നിങ്ങൾക്ക് 3 ടൈംസ് എങ്കിലും റിസൾട്ട്, നിങ്ങൾക്ക് 100 ടൈംസ് റിസൾട്ട്, 1,00,000 രൂപ മുടക്കുന്ന ആൾക്ക് 1 കോടി രൂപയുടെ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ. പക്ഷേ ലോകത്തിൽ ഒരാൾ ചെയ്യാത്ത ഒരു ഗ്യാരണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. മിനിമം നിങ്ങൾ 1,00,000 രൂപ മുടക്കിയ ശേഷം 3 ടൈംസ് നിങ്ങൾ റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ 100% മണി ഞാൻ തിരിച്ചു തന്നേക്കാം. ഇപ്പോഴല്ല, 1 വർഷം കഴിഞ്ഞിട്ട്. നിങ്ങൾ എന്നോട് 1 വർഷം സ്പെൻഡ് ചെയ്തു, ആ 1 വർഷം കൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം അഡീഷണൽ 3 lakhs നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ പൈസ പിടിച്ചു, എനിക്ക് പൈസ വേണ്ട. ഇംപ്ലൈഡ് ഒബിയസ്നസ് ആണ്, കണ്ടോ? ഇംപ്ലൈഡ് ഒബിയസ്നസ് ആണ്. അപ്പൊ അവിടെ ഒബിയസ് ആണ്, വേണേ ചെയ്യണവേ, ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. അതെ വേണേ ഒന്ന് മേടിച്ചാൽ മതി കേട്ടോ, അല്ല, അത് അരഗൻസ് ആണ്. അരഗൻസ് ഷോർട്ട് ടൈമിൽ വർക്കാവും, ലോങ് ടൈമിൽ വർക്കാകില്ല. ഇംപ്ലൈഡ് ഒബിയസ്നസ് ലോങ് ടൈമിൽ വർക്കാവും. അതാണ് ഇംപ്ലൈഡ് ഒബിയസ്നസ്. ഒരുപാട് ഡീപ്പലായിട്ട് ഇറങ്ങേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ അതും അവിടെ നിർത്തുവാണ്. എന്നിട്ട് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാണ്. അപ്പൊ എന്താ സംഭവിച്ചത് ബേസിക്കലി എന്ന് വെച്ചാൽ, നിങ്ങൾ റെക്കമെൻഡ് അഗൈൻസ്റ്റ് ചെയ്തു അല്ലെ, അത് കഴിഞ്ഞ് റെക്കമെൻഡ് ഫോർ ചെയ്തു, അത് കഴിഞ്ഞ് നിങ്ങൾ ഇംപ്ലൈഡ് ഒബിയസ്നെസ്സിലാണ് നിങ്ങൾ റെക്കമെൻഡ് ഫോർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അത് കുറച്ചുകൂടെ ഒന്ന് ഞാൻ റിഫൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്തതിൻ്റെ ഒരു സ്റ്റെപ്പോടെ മുന്നോട്ട് ഞാൻ പോവാം. എനിക്ക് കുറച്ച് ടൈം എക്സ്ട്രാ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്നൊന്ന് മനസ്സിലാക്കി തരാം, 1 സെക്കൻഡ് എടുത്ത് ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് ഈ റെക്കമെൻഡ് അഗെയിൻസ്റ്റ് ചെയ്യുന്നത് സിൻസിയറിറ്റി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ടോണിലല്ലേ, പറയുവാണെങ്കിൽ അത് കുറെ കൂടെ പവർഫുൾ ആവും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ നെയ്മീൻ മേടിക്കണ്ട സാറേ, കാരണം നെയ്മീന് ബേസിക്കലി ഇന്നലെ വൈകുന്നേരം വന്നതാണ്, ഓക്കെയാണ്, ഫ്രഷാണ്. പക്ഷെ ഇതാണെങ്കിൽ ചൂരയാണെങ്കിൽ ഇന്ന് രാവിലെയാണ് വന്നത് സാറേ, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. ചൂര സാറിന് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ചൂര എടുത്തു, ഇപ്പം വന്നിട്ടേ ഉള്ളൂ, നല്ല പടച്ചോണ്ടിരിക്കുകയാണ്. സിൻസിയറിറ്റി ടോണാണ്. ഇതൊക്കെ തന്നെ വന്നോളൂ നിങ്ങൾ ട്രൂലി ഒരു ഓതന്റിക് പേഴ്സൺ ആകുവാണെങ്കിൽ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാത്തിൻ്റെയും ഫണ്ടമെന്റലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ട്രൂലി ഓതന്റിക് ആയിട്ടൊരു പേഴ്സണായി മാറുക എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ ഒരു സെക്കൻഡ് പറയുകയും ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടില്ലേ? അതായത് എന്ന് വെച്ചാൽ, സർദാർ വല്ലഭായ് പട്ടേലും മഹാത്മാഗാന്ധിയും ഈ പറഞ്ഞ നെൽസൺ മണ്ടേലയൊക്കെ സെയിൽസ് പഠിച്ചിട്ടാണോ ഈ ലോകത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അവരെ സംബന്ധിച്ചോളം അവർ ഓതന്റിക് ആകുമ്പോൾ തന്നെ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ്ഡ് ആയി പോവാണ്. ക്ലിയർ ആണോ? ആ ഓതന്റിസിറ്റിയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പക്ഷേ ആ ഓതന്റിസിറ്റിയിലേക്ക് എത്താനുള്ള ഒരു ടൂളായിട്ട് ഞാൻ ഈ പറയുന്ന ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിൻസിയറിറ്റി നിങ്ങൾ പറഞ്ഞിട്ടാണ് റെക്കമെൻഡ് ഫോർ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? റെക്കമെൻഡ് ഫോർ പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ ഇംപ്ലൈഡ് ഒബിയസ്നെസ്സിൽ പറയുവാണ്. കണ്ടോ? ഇംപ്ലൈഡ് ഒബിയസ്നെസ് നമ്മൾ പറയുവാണ്. അപ്പൊ അവിടുന്ന് ആ ഇംപ്ലൈഡ് ഒബിയസ്നെസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അവർക്കൊരു സേവിങ് കിട്ടി. ഞാൻ നമ്മളുടെ ഏറ്റുമാനൂർ ചന്തയിലെ മീൻ കച്ചവടത്തിലേക്ക് തന്നെ പോവാം. നമ്മള് നെയ്മീന് 450 രൂപയായിരുന്നു തോന്നുന്നു. നെയ്മീന് ഇപ്പൊ വില കൂടി, 15 മിനിറ്റിനുള്ളിൽ 500 രൂപയായി. ഓക്കെ 500 രൂപ നെയ്മീന്. ചൂരയുടെ വില കൂടിയിട്ടില്ല, 300 രൂപ തന്നെയാണ്. അപ്പൊ 500 രൂപയുടെ നെയ്മീന് മേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. 2 കിലോ ആണ് മേടിക്കുന്നത്. അപ്പൊ 1000 രൂപയാണ് അവർക്ക് ആകുന്നത് അല്ലെ. അതിന് പകരം 2 കിലോ ചൂരയാണ് അവർ മേടിക്കുന്നത്. 600 രൂപ അവർക്ക് ആയിട്ടുള്ളൂ. അപ്പൊ ആ സിറ്റുവേഷനിൽ അവർക്കുള്ള സേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണ്? അവരെ സംബന്ധിച്ചോളം 400 രൂപ സേവ് ആയിട്ടുണ്ട് അല്ലെ.
ഈ 400 രൂപ സേവ് ഉള്ളപ്പം നമ്മൾ കാരണമാണ് ഈ 400 രൂപ അവർക്ക് സേവ് ആയത്. ക്ലിയർ ആണോ? ഈ 400 രൂപ സേവ് ആയിട്ടുള്ള ആൾക്ക് നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും, അഡീഷണൽ വാല്യൂ കൊടുക്കാൻ പറ്റും. ഈ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് പറയുന്ന പേരാണ് അപ്സെല്ല്. ടെക്നിക്കലി പറഞ്ഞ അപ്സെല്ലാണ്. നമ്മൾ അപ്പ് സെല് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ അപ്സെല്ലിൽ എന്നാണ് സംഭവിക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ നെയ്മീൻ വേണ്ട സാറേ, എന്തിനാ നെയ്മീന് ഈ പറഞ്ഞ നെയ്മീന് സാറിന് അത്രയും സാറിനെ കണ്ടൊരു പാവപ്പെട്ട ആളായതുകൊണ്ട് സാറിന് അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നലെ വന്നിരുന്ന മീനാണ്, ഇന്നലെ വൈകുന്നേരം വന്നതാണ്, പക്ഷെ ഇന്ന് രാവിലെ വന്നതാണ് നമ്മുടെ ചൂര. അപ്പം സാർ അത് വെച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ സാറ് 600 രൂപയ്ക്കുള്ള, അല്ല മാഡം 600 രൂപയ്ക്കുള്ള നമ്മൾ ചൂര വാങ്ങി. ഈ ചൂര വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാമെന്ന് വെച്ചാൽ, സാറേ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മത്തി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ സാറിന് വീട്ടിലെ ആൾക്കാർക്ക് മത്തി ഇഷ്ടമാണെങ്കിൽ മത്തിക്ക് 150 രൂപയേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി സാറിന് മത്തി 2 കിലോ എടുത്തേക്കട്ടെ. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2 കിലോ മത്തി 150 രൂപയ്ക്ക് നമ്മൾ 300 രൂപയ്ക്ക് നമ്മൾ അപ്സെൽ ചെയ്തു. ക്ലിയർ ആണോ? അപ്പൊ ബേസിക്കലി നമ്മൾ റെക്കമെൻഡ് എഗനസ്റ്റ് ചെയ്തതിന് നമുക്ക് 400 രൂപയായിരുന്നു കോസ്റ്റ് വന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചാൽ പല ആൾക്കാർക്ക് മത്തി ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും മത്തി ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണ് കടകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പം റെക്കമെൻഡ് എഗനസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ബിൽഡായി അവര് ചൂര വാങ്ങിയ ആളോട് നമ്മൾ പറയുവാണ്, സാറേ നിങ്ങൾക്ക് അവിടെ മത്തി ഇഷ്ടമാണോ? നല്ല പിടയ്ക്കുന്ന മത്തി വന്നിട്ടുണ്ട്. അപ്പൊ ആ മത്തി നിങ്ങൾക്ക് സാറിന് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ മത്തിയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് തരാം എന്ന് പറയാം. ഞാൻ ഇത്രയും സില്ലി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വലിയ കമ്പനി ആണെങ്കിലും ചെറിയ കമ്പനി ആണെങ്കിലും ഏത് ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാനായിട്ടാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള ലോകമെമ്പാടുമുള്ള മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാരെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ള സിൻസിയർ ആയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ കൂടുതൽ ഇൻകം ഉണ്ടാക്കണം, നിങ്ങൾ കൂടുതൽ ഗ്രോ ചെയ്യണം എന്ന ആഗ്രഹം. എനിക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാനും പറ്റില്ല. ഇപ്പൊ എന്റെ Cash 365 Accelerator 85 ആണെങ്കിലും വളരെ ചുരുക്കം നമ്പർ ഉള്ള ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. കാരണം എനിക്ക് റിസൾട്ട് ബേസ്ഡ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്ര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരുന്നത്. ഹോപ്പ്ഫുള്ളി ഞാൻ ടു സിമ്പിൾ ആക്കുന്നില്ലെന്ന് വിചാരിക്കുന്നു. എനിക്ക് മീനിന്റെ കച്ചവടം ഒന്നും അറിയണ്ട, എന്നാ സംബന്ധിച്ചാൽ എനിക്ക് സ്വർണത്തെ കുറിച്ചും ഡയമണ്ടിനെ കുറിച്ചും പറഞ്ഞാൽ മതി. ഞാൻ ഏറ്റവും ആൾക്കാർക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മൾ അപ്സെൽ ചെയ്തു 300 രൂപയുടെ മത്തി. ക്ലിയർ ആണോ? അപ്പൊ 300 രൂപയുടെ മത്തി അപ്സെൽ ചെയ്തു 2 കിലോ മേടിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഒരു പണിയെ 3 കിലോ എടുത്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോ എടുത്തു വന്നാ എന്ന് പറഞ്ഞാൽ 450 രൂപയായി. ബേസിക്കലി നമ്മൾ 1000 രൂപയുടെ മേടിക്കാൻ വന്ന ആള് 1050 ആൾക്കാരെ കൊണ്ട് ആ ആളെ കൊണ്ട് നമുക്ക് മേടിപ്പിക്കാൻ പറ്റി. ക്ലിയർ ആണോ? 1050 രൂപയ്ക്ക് മേടിക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ വന്നപ്പം എന്ത് സംഭവിച്ചു? നമ്മൾ ബേസിക്കലി പോസിറ്റീവായി. അത് മാത്രമല്ല, അവർ റിപ്പീറ്റ് കസ്റ്റമറായി. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമ്മൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് റെക്കമെൻഡ് ചെയ്തപ്പം ട്രസ്റ്റ് ബിൽഡായി. ഇപ്പോഴത്തേന് മാത്രമാണോ? അല്ല, എന്നും നിങ്ങൾ അവിടെ പോയാൽ മത്തി മേടിക്കാൻ പോകുന്നത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ. കാരണം സിൻസിയർ ആയിട്ട് ഓതന്റിക് ആയിട്ടുള്ള മനുഷ്യന്മാരെ കിട്ടാനില്ല ലോകത്തിൽ. വളരെ സിംഹവാലം കുരങ്ങ് പോലെയാണ്. ഓക്കെ, അതിനേക്കാളും കുറവാണ്. ഓതന്റിക് ആയിട്ടുള്ള മനുഷ്യർ വളരെ കുറവാണ് അല്ലെ. എല്ലാവരും നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി ഇരിക്കുവാണ്, എങ്ങനെയെങ്കിലും പിടിച്ചു മേടിക്കാന്ന് വിചാരിച്ചിരിക്കുവാണ്. ആ സിറ്റുവേഷനിൽ ഓതന്റിക് ആയിട്ട് നിങ്ങൾ നഷ്ടം വരുത്തി ഓതന്റിക് ആകണ്ട. എഗെയിൻ ആമസോൺ ചെയ്തോളം ഞാൻ മനുഷ്യർക്ക് സേവ ചെയ്ത് കൊടുക്കാം എന്നല്ല. ഇവിടെ സേവ ചെയ്യലല്ല ബിസിനസ്. പ്രോഫിറ്റബിൾ ആയിട്ട് ക്യാഷ് ഉണ്ടാക്കി മാത്രം നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ ആ ചെയ്യുന്ന കാര്യം ഏറ്റവും ഓതന്റിക് ആയിട്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ നിങ്ങളെ ഡൗൺസെല് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റെക്കമെൻഡ് അഗൈൻസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവും. ശ്രദ്ധിച്ചു നോക്കി നിങ്ങളുടെ ലൈഫിൽ തന്നെ. ഈ ആളായി മാറാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ബിസിനസ് ചെയ്യാനായിരിക്കുന്നത്. നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. എങ്കിലും അവർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ ഫോറിനിൽ നിന്ന് വന്ന ഒരാൾ 820 ചന്തയിൽ വന്നതെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ മത്തി കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടാണ് ഇരിക്കുന്നത്. അല്ല, ചില ആൾക്കാർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ഈ പറഞ്ഞ റിവറിൽ നിന്ന് കിട്ടുന്ന മീനുണ്ട്, നമ്മുടെ ചെറിയ തോട്ടിൽ നിന്ന് കിട്ടുന്ന തോട്ടുമീൻ ഇഷ്ടമുണ്ട്. തോട്ടുമീൻ ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. തോട്ടുമീൻ കുറച്ച് എടുത്തോട്ടെ എന്ന് ചോദിക്കാം. ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക്, നിങ്ങളുടെ സർവീസിലേക്ക് നിങ്ങൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈസിലി അപ്സെൽ ചെയ്യാൻ പറ്റുവാണ്. തോട്ടുമീൻ കൊടുത്തിട്ട് അപ്സെൽ ചെയ്യാൻ പറ്റുവാണ്. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ആ സേവിങ് എടുത്തിട്ട് അവർ അപ്സെൽ ചെയ്യുവാണ്. കാരണം നിങ്ങൾ റെക്കമെൻഡ് അഗൈൻസ്റ്റ് ചെയ്തതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം അവർക്കൊരു മടിയില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഫൈനലായിട്ടുള്ള നമ്മുടെ പോയിന്റിൽ നിങ്ങൾ ഒരു കാര്യം റിയലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലോകം മുഴുവനുള്ള ആൾക്കാർ സെല്ല് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഇന്നോതന്റിക് ആയിട്ടാണ് സെല്ല് ചെയ്യാൻ പഠിപ്പിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓതന്റിസിറ്റിക്ക് യാതൊരു പ്രാധാന്യമില്ല. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ അഡ്വാൻറ്റേജ് എടുക്കുക, എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ക്ലോസ് ചെയ്യുക. ട്രൂലി പറയുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ ബിസിനസ് ലോങ് ടൈമിൽ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൂലി കെയർ ചെയ്യുവാണ്. അതായത് ഗ്ലെൻ ഗാരി ആൻഡ് ഗ്ലെൻ ബെക്ക് എന്ന് പറഞ്ഞേക്കുന്ന പഴയ ഒരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് പഴയ ഒരു സിനിമയുണ്ട് സെയിൽസ് ക്ലോസിങ്ങിനെ കുറിച്ചുള്ള. സെയിൽസ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ചില ആൾക്കാർ റെക്കമെൻഡ് ചെയ്യാറുള്ളതാണ്. നിങ്ങളത് പോയി കാണണമെന്നില്ല, കാണുന്നതിന് ദൂഷ്യമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. അലക് ബാൽവിൻ എന്ന് പറഞ്ഞേക്കുന്ന ട്രംപായിട്ട് ചില സിറ്റുവേഷനിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് പുള്ളി. അപ്പൊ ആ മൂവിക്കകത്ത് പറയുന്നത് വെച്ചാൽ ഓൾവേസ് ബി ക്ലോസിങ്, എപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല നമ്മളിവിടെ ചെയ്തേ. ഇവിടെ നമ്മൾ ഓൾവേസ് ബി കെയറിങ് ആണ്. നമ്മൾ ഓതന്റിക് ആയിട്ടൊരു ഹ്യൂമൻ എന്ന രീതിയിൽ നമുക്ക് ആക്രാന്തം മാറ്റിയിട്ട് നമ്മൾ പയ്യെ പയ്യെ തിന്നാം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഓൾവേസ് ബി ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ സ്വർണ്ണമുട്ടയുള്ള താറാവിനെ പിടിച്ചിട്ട് ആദ്യത്തെ മുട്ട ഇടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കീറി മുറിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് ഇറച്ചി വിലയ്ക്കും കൊടുത്ത് എങ്ങനെയും പൈസ ആക്കാമെന്ന് നോക്കുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ മോസ്റ്റ് മജോറിറ്റി ഓഫ് ആൾക്കാരുടെ തിങ്കിങ് സെയിൽസിനെ കുറിച്ച്. പക്ഷെ അതിന് പകരം ഓൾവേസ് ബി കെയറിങ് ആണെങ്കിൽ, നിങ്ങളൊരു ഓതന്റിക് ആയിട്ടുള്ള ഹ്യൂമൻ ആണെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ നമ്മൾ പൈസ ഉണ്ടാക്കണ്ടേ? തീർച്ചയായിട്ടും പൈസ ഉണ്ടാക്കണം. ലാഭം ഇല്ലാതെ ചെയ്യണോ? തീർച്ചയായിട്ടും ലാഭം ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ റെക്കമെൻഡഡ് 4 പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ ലെവൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബിസിനസ് ഈ റെക്കമെൻഡഡ് 4 കിട്ടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് അപ്സെല്ല് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചോളം മറ്റു ആൾക്കാർ നിങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്നുമില്ല. നിങ്ങളൊരു കാര്യം റിയലൈസ് ചെയ്യണം. മനുഷ്യരെ സംബന്ധിച്ചോളം മനുഷ്യരുടെ കൺസ്യൂമേഴ്സ് ബുദ്ധിയുള്ളവരാണ്. കൺസ്യൂമേഴ്സ് വളരെ ബുദ്ധിയുള്ളവരാണ്. നിങ്ങൾ വിചാരിക്കുക അവർക്ക് ബുദ്ധിയില്ലെന്ന്. നിങ്ങളുടെ മാനിപ്പുലേഷൻ ടെക്നിക്സും നിങ്ങളുടെ കള്ളത്തരങ്ങളും നിങ്ങളുടെ ഈ പറഞ്ഞ രീതിയിൽ ടെക്നിക്കുകളും നിങ്ങൾ പഠിച്ചേക്കുന്ന ടാക്ടിക്കുകളും ഞാൻ ഫേക്ക് ആയിട്ടുള്ള മാനിപ്പുലേറ്റീവ് ടാക്ടിക്ക് ഒന്നും ആൾക്കാരുടെ അടുത്ത് വർക്കാകില്ല. ഷോർട്ട് ടൈമിൽ ചിലപ്പോൾ വർക്ക് ആകുമായിരിക്കും. ഇപ്പൊ എബ്രഹാം ലിങ്കൻ പറഞ്ഞേക്കുന്ന ഒരു കോട്ടുണ്ട്, എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാം, കുറെ പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. അപ്പം ഇത് സെയിൽസ് എന്ന് പറഞ്ഞ ഒരു പറ്റിപ്പിക്കൽ പരിപാടിയല്ല. സെയിൽസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നിങ്ങൾ ട്രൂലി സെർവ് ചെയ്യലാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ റിയലൈസ് ചെയ്യണം. ഡാർവിൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് 42 ലക്ഷം വർഷമായിട്ട് ഇവോൾവ് ചെയ്തൊരു സ്പീഷീസ് ആണ് മനുഷ്യന്. ഇങ്ങനെ ഇവോൾവ് ചെയ്ത സ്പീഷീസിന് സെയിൽസ് എന്ന് പറഞ്ഞ പരിപാടി അന്നോട്ടേ ഉണ്ടായിരുന്നു. നമ്മൾ പഴം കൊടുത്തിട്ട് ചിലപ്പോൾ കല്ല് കൊടുത്തിട്ട് നമ്മൾ തേങ്ങ കൊടുത്തിട്ട് നമ്മൾ കുമ്പളങ്ങ വാങ്ങി, ബാർട്ടർ സിസ്റ്റത്തിന് മുമ്പും ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് സെയിൽസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സെയിൽസ് ആയിരുന്നു. അപ്പൊ ആ സെയിൽസിൽ ഓതന്റിക് ആയിട്ടുള്ള ആൾ ആരാണ്, ഓതന്റിക് ആയിട്ടുള്ള ആൾ ആരാണെന്ന് എവല്യൂഷണറി ബ്രെയിനിൽ അവർക്കറിയാം. ആരാണ് സിൻസിയർ ആണ്, ആരെയാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് അവർക്കറിയാം. ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മൂടുപടം എടുത്തറിഞ്ഞിട്ട് സെയിൽസ് ചെയ്യാതെ നിങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും ഓതന്റിക് ആയിട്ട് ഒറിജിനൽ ആയിട്ട് ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ സിൻസിയർ ആയിട്ട്, ആ മനുഷ്യ സ്ത്രീക്ക് വേണ്ടി നിങ്ങൾ സിൻസിയർ ആയിട്ട് ആക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആണ് ലോങ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ സിൻസിയർ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്റ്റോറികളുണ്ടാവും, നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തതിൻ്റെ സ്റ്റോറികളുണ്ടാവും, മറ്റുള്ളവർ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും, മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് കൂടുതൽ ഷെയർ ചെയ്യും. അവരെ സംബന്ധിച്ചോളം ഓതന്റിക് ആയിട്ടുള്ള ഒരു സാധനം നേരത്തെ പറഞ്ഞ പോലെ സിംഹവാലം കുരങ്ങനെ കാണുന്ന പോലെയാണ്. അപ്പൊ അങ്ങനെ ഒരാളെ കാണുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ചോളം ഇതാക്കാം. പക്ഷെ ആ ഓതന്റിക് ആകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളെ സംബന്ധിച്ചോളം നിസ്വാർത്ഥനാകണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം സ്വാർത്ഥനായിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഓതന്റിക് ആകണം. നിങ്ങളുടെ സ്വാർത്ഥത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്വാർത്ഥത. ആ സ്വാർത്ഥത നിങ്ങൾ നിറവേറ്റുവാണെങ്കിൽ നിങ്ങളെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പൈസ കളക്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാനായിട്ടുള്ള ബിസിനസ് മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ച സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് പോയിരിക്കും. അതാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ നമ്മളുടെ ഈ കോൺവെർസേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ബിസിനസ്സുകാരെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ ബിസിനസ് മാറട്ടെ. ടോക്ക് ടു നെക്സ്റ്റ് ടൈം.